ഹലോ ഗൈസ്, അപ്പോൾ ടോമി ഗെയിമിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഞാൻ എത്രയോ ദിവസങ്ങളായി, അപ്പോൾ ഒരാഴ്ച 2 ആഴ്ച എങ്ങാണ്ടായി. അപ്പോൾ ഇത്രയും ദിവസം ഞാൻ കാത്തിരുന്ന ഒരു സാധനം നമ്മൾ ഇന്ന് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴേ കിട്ടിയിട്ടുണ്ടാവും, ഞാൻ തംബ്നെയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഇപ്പോൾ അത് എടുക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനിയിപ്പോൾ അത് എടുക്കാൻ അങ്ങോട്ടേക്ക് പോകണം. അതായത് ട്രോപ്പിക്കൽ, അതായത് ബെന്നിയുടെ വർക്ക്ഷോപ്പിലോട്ട് നമുക്ക് പോകണം. അപ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ ഇവിടെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഞാനിനിയിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഞാനൊന്ന് പുറത്തോട്ട് ഇറങ്ങട്ടെ. തുറക്കോ സീസേ? ഓക്കെ, തുറന്നു. അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ ചെയ്തത്. വയലടച്ച്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ഞാൻ ചെയ്തത്. കണ്ട, ഇവിടെ കുറച്ച് പലക ഇട്ടു, പിന്നെ കുറച്ച് ചെടി ഉണ്ടായിരുന്നു, അത് അവിടെ ഇങ്ങനെ വെച്ചിട്ടു. ഇതിപ്പോൾ ഏത് വണ്ടി നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഇതിപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ വണ്ടിയാണ്. അവൻ കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ ഞാൻ എടുത്താണ്. സൗണ്ട് ഒന്ന് വെച്ചതാണ്. അപ്പോൾ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ട് എന്ന് തോന്നുന്നു ശബ്ദം. അപ്പോൾ അത്രയും നല്ല ബാസുള്ള സൗണ്ട് കേട്ടോ. അപ്പോൾ അയ്യോ, അപ്പോൾ അവൻ ഈ വണ്ടി കുടുങ്ങിയ ശരി എന്ന് അവൻ ഈ വണ്ടി സെക്കൻഡ് ഹാൻഡ് വാങ്ങിയതാണ്. അപ്പോൾ വാങ്ങിയപ്പോൾ കുറച്ച് കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഈ വണ്ടി ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അവൻ കൊടുക്കുമ്പോൾ എൻ്റെ അടുത്താണ് ഫസ്റ്റ് ചോദിച്ചത്. അപ്പോൾ എത്ര 2 ലക്ഷം അങ്ങനെ എന്തോ ആണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ ഞാൻ കൊടുത്തു. എനിക്ക് ഈ വണ്ടീൻ്റെ ശബ്ദം ഭയങ്കര ഇഷ്ടമാണ് ഗീസ്. ഈ വണ്ടിയുടെ ടയർ മൊത്തം പോയി കിടക്കുകയാണ്. അവന് ഓടിച്ച് അതായത് ഡ്രിഫ്റ്റ് ചെയ്തിട്ട് ടയർ മൊത്തം പോയി കിടക്കുകയാണ്. ഇവിടെയാണ് ടയർ നന്നാക്കാനുള്ള ഇതുമില്ല, സ്ഥലവുമില്ല. അപ്പോൾ നമുക്ക് ഇപ്പോഴാണ് കിട്ടിയ കൈസ് ബാക്ക് എടുത്തിട്ട്. അപ്പോൾ നമുക്കെന്തായാലും ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് പോകണം. അപ്പോൾ ഏതാ വണ്ടി നിങ്ങളിപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും ഗൈസ്. മനസ്സിലാവാത്തവർ അവർക്കൊരു ഇതായിരിക്കും അത്. അപ്പോൾ ഞാൻ പറയാം, അതായത് നമ്മളെ സൂപ്പർ എടുക്കാൻ നമ്മൾ പോവുകയാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ശബ്ദം കേൾക്കുന്നുണ്ട് തോന്നുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ പെട്രോൾ അടിക്കണം. അപ്പോൾ ഗൈസ് നമുക്കൊന്ന് പെട്രോൾ അടിക്കാം. ഇതവിടെ ഒരു ചേട്ടനൊക്കെ നിൽക്കുന്നുണ്ട് ഗൈസ്. ചേട്ടാ അടിച്ചോ പെട്രോളാണേ, ഡീസലൊന്നും അടിക്കല്ലേ, എഞ്ചിൻ പോയി. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാ അവിടെ പുള്ളിക്കാരൻ നിൽക്കുന്നുണ്ട്. കൊണ്ണടയൊക്കെ വെച്ച് നല്ല ഫ്രീക്കായിട്ടാണ് നിൽക്കുന്നത്. ഓ, അപ്പുറത്തൊരു ഫോർഡല്ലേ ഗൈസ്, ഇത് റാമാണ് അറിയില്ല. അപ്പോൾ ഈ കട അങ്ങോട്ട് ഞാൻ വാങ്ങി. ഇതിന് 3 ലക്ഷം അങ്ങനെ എന്താണ് ചോദിച്ചത്. അപ്പോൾ ഞാൻ പിന്നെ കൊടുത്തു. അങ്ങനെ ഇതങ്ങ് ഞാൻ വാങ്ങി. അപ്പോൾ അവിടെ ഒരു മൊട്ടച്ചാട്ടം നിൽക്കുന്നുണ്ട്, പ്രായമാണ് അയാൾ. പിന്നെ ഇതാ അവിടെ നമ്മളെ ഇതുണ്ട്, ഇവിടെ എല്ലാം വിൽക്കുന്നുണ്ട്. ഇവിടെ ആളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, ആളൊക്കെ നിൽക്കുന്നുണ്ട്. അതവിടെ വേറെ ആൾ, അതവിടെ വേറെ ചേച്ചി നിൽക്കുന്നുണ്ട്. ഇത് നമ്മുടെ ജോലിക്കാരിയാണ് ഗൈസ്. സാധനങ്ങളൊക്കെ എങ്ങനെ പോണ്? കുഴപ്പമില്ല എന്നാണ് പറയണേ. കുഴപ്പമില്ല, എങ്ങനെയൊക്കെ പോകണമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ നേരെ വണ്ടി എടുത്തിട്ട് നമുക്ക് പോവാം. ഫുൾ ടാങ്ക് അടിച്ചു തോന്നുന്നുണ്ട്. അപ്പോൾ വണ്ടി കുറച്ച് പ്രശ്നമാണ്. വണ്ടി നമ്മൾ അവിടെ എത്തുമ്പോൾ തന്നെ പപ്പടാവോ എന്ന് എനിക്ക് ചെറിയ ഡൗട്ട് ഇല്ലാതില്ല. കാരണം എന്ന് പറഞ്ഞാൽ വണ്ടി മൊത്തം പോയി കിടക്കുകയാണ് ഗൈസ്, വണ്ടീൻ്റെ ടയർ. പിന്നെ ഇവിടുത്തെ മഞ്ഞായതുകൊണ്ട് കൂടുതൽ സ്കിഡാവാനുള്ള സാധ്യത കൂടുകയുള്ളൂ. അപ്പോൾ നമുക്കൊന്ന് ഇവിടുന്ന് ഇറങ്ങട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് വണ്ടി എടുത്ത് നമുക്കൊരു ചെറിയ മീറ്റപ്പ് ഒക്കെ വെച്ചാലോ ഗൈസ്. ഞാൻ ഇൻസ്റ്റയിൽ ഇടാം, ഇതിലും ഇടാം, മീറ്റപ്പ് എന്നിട്ട് ഇടാം. അപ്പോൾ സമയം എന്നൊക്കെ ഞാൻ പറയാം. അപ്പോൾ നമുക്കൊരു മീറ്റപ്പ്, അതായത് നമ്മൾ സുപ്ര മീറ്റപ്പ് നമുക്ക് ചെയ്താൽ, സുപ്രാണ് നമ്മളിപ്പോൾ എടുക്കാൻ വന്നത്. അപ്പോൾ നമ്മൾ സുപ്ര മീറ്റപ്പ് ചെയ്താലോ.
ചത്തില്ല. അപ്പം ഇനി അടുത്ത പ്രാവശ്യം വീഡിയോ വരും ചാവാത്തതുകൊണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ ഇനിയിപ്പോൾ പറപ്പിച്ച് പോവാം ഗൈസ്. വണ്ടി ലോക്കൊക്കെ പോയി ഗൈസ്. ലോക്കൊക്കെ പറ്റുന്നില്ല, വണ്ടി മൊത്തം പോയി, ലോക്ക് പോയി, ലോക്ക് അടിച്ചു. എന്തായാലും ഇപ്പോൾ ബെന്നീൻ്റെ അടുത്തല്ല പോകുന്നത്, നമുക്ക് ബെന്നീൻ്റെ കൈ കൊടുക്കാം. അതോ എൻ്റെ പൊന്നെ ഗൈസ്, ഈ വണ്ടി എടുത്ത് പോവാന്ന് പറഞ്ഞാൽ റിസ്ക്കാണ് ഗൈസ്. ഞാനിപ്പോൾ അവിടെ നിന്ന് എത്തട്ടെ, എന്നിട്ട് കാണാം. ഗൈസ് നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. അതായത് നമുക്ക് ഈ വണ്ടി അങ്ങോട്ട് കൺട്രോൾ, ഇത് കണ്ട ഗൈസ്, ഇതങ്ങോട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അതായത് ഇത് മൊത്തം അവന് പറഞ്ഞാൽ നല്ല അത്യാവശ്യം നല്ല അറിയുന്ന ചെറുക്കനാണ് ഗൈസ്. അതായത് ഡ്രിഫ്റ്റൊക്കെ ചെയ്യാൻ അറിയുന്ന ചെറുക്കനാണ്. അതുകൊണ്ട് അവന് ഈ വണ്ടി ഓടിക്കുമ്പോൾ അവന് വല്ല കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷെ എനിക്ക് അങ്ങനെയല്ല ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്, നമ്മളെ ട്രോപ്പിക്സിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നേരെ വണ്ടി എടുക്കാൻ പോകണം. അപ്പോൾ ഈ വണ്ടി എന്തായാലും പണി കഴിയാൻ നമുക്ക് ബെന്നിക്ക് കൊടുക്കുക. ഈ വണ്ടി ഈ കളറിൽ തന്നെ ഇരിക്കട്ടെ എന്നാണ് എൻ്റെ ഒരു നിഗമനം. കാരണം ഈ വണ്ടി പിന്നെ നമുക്ക് പണിയാം. ഇപ്പം എൻ്റെ കയ്യിൽ പൈസ ഇല്ല ഗൈസ്, പണിയാനുള്ള പൈസ ഇല്ല. അപ്പോൾ ഈ സൂപ്പർ ഇറക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് പണിയാനുള്ള പൈസ ഇല്ല. അപ്പം നമുക്ക് ഇവിടെ നിർത്താൻ വണ്ടി. കറക്റ്റ് പാർക്കിംഗ് കണ്ടോ? അയ്യോ അല്ലേ, വരേൻ്റെ അപ്പുറത്ത് പോയി, തോറ്റ്. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് ഈ വണ്ടി സൂപ്പർ എടുക്കാം. യെസ് ഗൈസ്, അപ്പോൾ നമ്മൾ സൂപ്പർ എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ശബ്ദം കേൾക്കുന്നുണ്ടാവും, ശബ്ദം കേൾപ്പിച്ചു തരാം. ഗൈസ് അപ്പോൾ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ ശബ്ദം? എന്നാ കിണ്ണ ശബ്ദമല്ലേ. ഗൈസ് എനിക്ക് അങ്ങനെ റേസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം തോന്നുന്നുണ്ട്, കണ്ടാ. അപ്പം ഞാൻ പുറത്തോട്ട് ഇറങ്ങി കാണിച്ചു തരാം ഇനി, കണ്ടാ. ഏതാ ഗൈസ്, ഇങ്ങനെ സൂപ്പർ ആരും പണിഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പോൾ ഞാൻ പിന്നെ ബെന്നി എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, ഈ ലൈറ്റിലൊരു സംഭവം വെക്കുന്നില്ലേ, കാർബൺ ഫൈബർ വെക്കുന്നില്ലേ, എൻ്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇടുക. അപ്പോൾ അത് വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടെ പവർ കൂടും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാനത് വെച്ചാലോ എന്ന് തോന്നുന്നുണ്ട്, വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് കമൻ്റ് ഇടുക, അത് വെക്കണോ വേണ്ടേന്ന് കേട്ടോ. അപ്പോൾ ഞാനത് വെച്ചാലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇവിടുന്ന് എന്തായാലും 2-3 ഫോട്ടോസ് എടുക്കണം ഗൈസ്. അപ്പോൾ ഞാനൊന്ന് ഇവിടെ നിർത്തിയിട്ടൊന്ന് ഇൻട്രോ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്താ അതിൻ്റെ ചെയ്യാം. അപ്പോൾ നമുക്കെന്തായാലും വീട്ടിലോട്ട് പോകാം. ഫോട്ടോ ഒക്കെ പിന്നെ എടുക്കാം അല്ലേ. ഫോട്ടോ ഞാൻ പിന്നെ വന്നിട്ട് എടുക്കാം ഗൈസ്, അതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ എന്തായാലും ഇനിയിപ്പോൾ വീട്ടിലോട്ട് പോകണം. വീട്ടിലോട്ട് നേരെ പോവുക, ഇനി വീട്ടിലെത്തിയിട്ട് കാണാം. അപ്പോൾ ഗൈസ് ഞാൻ വീട്ടിലോട്ട് പറപ്പിച്ച് പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വണ്ടി ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇടുക, ഓക്കെ. ലൈക്ക് അടിക്കുക, ലൈക്ക് ഒന്ന് അടിച്ച് പൊട്ടിക്കുക ഗൈസ്, നോക്കണ്ട നിങ്ങൾ. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് ഇനിയിപ്പോൾ അയ്യോ ഗൈസ്, ഇത് മൊത്തം ലോയാക്കി വെച്ചിരിക്കുകയാണ് ഗൈസ്. എപ്പോഴാണ് ഗൈസ് നിങ്ങൾ പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ, ഇത് കഴിഞ്ഞ വട്ടം ഉണ്ടായിരുന്നു, ഇത് വർക്കായിരുന്നോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഇപ്പോൾ കൊണ്ടുവന്ന് ആക്കിയതാണോ. അപ്പോൾ ഗൈസ് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ വീട് നമ്മൾ കുറച്ച് സെറ്റപ്പ് ആക്കിയായിരുന്നു, അപ്പോൾ നിങ്ങൾ കണ്ടായിരുന്നല്ലോ ഇറങ്ങുമ്പോൾ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ സെറ്റപ്പ് വരുത്തിയത്. ഇവിടെ കണ്ട, ഇവിടെ പലക ബാക്കിലുണ്ടായിരുന്നു കുറച്ച് പലക. അപ്പോൾ ഞാനതെന്ത് ചെയ്തു, ഇവിടെ കൊണ്ടുപോയിട്ടു, ഒന്നും നോക്കിയില്ല, ഇവിടെ കൊണ്ടുപോയിട്ടു ആ പലക. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഈ ഇതാണ്ടോ വീട്ടിൽ ആ വണ്ടി കടക്കുമ്പോഴേ കണ്ടോ എന്നെ ഭംഗിയാണ് ഗൈസ്. അപ്പം ഞാൻ ഈ വീടിൽ നിന്ന് മാറിയാലെന്ന് ആലോചിക്കുന്നുണ്ട്. അത് ഞാൻ പിന്നെ പറയാം എന്താ കാരണം എന്നൊക്കെ. ഇവിടെ റിനോവേഷനൊക്കെ നടക്കുന്നുണ്ട്, നമ്മൾ ആലോചിക്കുന്നുണ്ട് നമ്മളെ വീട് സെറ്റപ്പ് ആക്കാൻ വേണ്ടിയിട്ട് ആലോചിക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം, ഓക്കെ. അപ്പോൾ ചിലപ്പോൾ ഞാനൊരു വാടക വീടിട്ട് മാറും, അല്ലെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും വീട് വാങ്ങാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ വണ്ടീൻ്റെ ഉള്ളിലൊന്ന് കയറട്ടെ. അപ്പോൾ നിങ്ങൾ കണ്ട സൈഡിൽ മാപ്പ് വെച്ചിട്ടുണ്ട് ബെന്നി, അത് കഴിഞ്ഞ വട്ടം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ശബ്ദം കേൾപ്പിച്ചുതരാം.
ഗൈസ് ഒരു വട്ടം കൂടെ നിങ്ങൾക്ക് ശബ്ദം. എനിക്കിതിങ്ങനെ കേട്ടോണ്ടിരിക്കുന്നത് എന്താ അറിയില്ല. അതായത് ആ പൊട്ടുന്ന ശബ്ദമൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ട്. അപ്പോൾ നമുക്കെന്തായാലും വണ്ടിയില്ലേ പിന്നെ മുന്നോട്ട് എടുക്കുമ്പോൾ ഇങ്ങനെ കുതിച്ച് ചാടുന്ന രീതിയിൽ ഉണ്ട്. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ നമുക്കെന്തായാലും വണ്ടിയിൽ നിന്ന് ഇറങ്ങാം. അപ്പോൾ ഇത് നമ്മളുടെ എൻജിനൊക്കെ നല്ല ഇതാക്കിയിട്ടുണ്ട്, പിന്നെ നല്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കെന്തായാലും ഇനിയിപ്പോൾ ഇവിടെ നിന്ന് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ആ ലൈറ്റിൻ്റെ കാര്യം നിങ്ങളൊന്ന് നോക്കിട്ടോ. ലൈറ്റ് അത് വെച്ചാൽ നന്നാവുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ അടുത്ത പ്രാവശ്യം അത് വെക്കാൻ പറ്റുമോ നോക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ ഗൈസ്. അപ്പോൾ എല്ലാവരും നല്ലപോലെ ഇരിക്കുക. അപ്പോൾ എല്ലാവർക്കും ടേക്ക് കെയർ ഗൈസ്.